ഇനി കാർഷിക മേഖലയിൽ നിന്നുള്ള വാർത്തകൾ. ജനിതക മാറ്റം വരുത്തിയ ഘടകങ്ങൾ ഉള്ളതായി ആരോപിച്ച മുൻപ് കയറ്റുമതി നിരസിച്ചിരുന്ന പൊടിയരി ചൈന വീണ്ടും വാങ്ങിത്തുടങ്ങി. അതേസമയം പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് കപ്പൽ ചെലവ് കുത്തനെ ഉയർന്നത് കയറ്റുമതിക്ക് പുതിയ വെല്ലുവിളിയായി മാറുന്നു. ഇന്ത്യയിൽ നിന്നും പൊടിയേരി ഇറക്കുമതി ചൈന വീണ്ടും പുനരാരംഭിച്ചു. ജനിതകമാറ്റം വരുത്തിയ ജീവികളുടെ സാന്നിധ്യം ആരോപിച്ച് മുൻപ് ചില കയറ്റുമതികൾ നിരസിച്ചിരുന്നെങ്കിലും ഇപ്പോൾ വാങ്ങൽ തുടരുകയാണ്. എന്നാൽ ഇറാൻ യുദ്ധത്തെ തുടർന്ന് ബങ്കർ ഇന്ധനവില 50% വരെ ഉയർന്നതോടെ കപ്പൽ ചരക്ക് ചെലവ് കുത്തനെ വർദ്ധിച്ചു. ഇതോടെ കയറ്റുമതിക്കാർക്ക് അധിക ബാധ്യതയാകുകയാണ്. പശ്ചിമ ആഫ്രിക്കയിലേക്കും ചൈനയിലേക്കും കയറ്റുമതി സാധാരണ നിലയിൽ തുടരുന്നുവെന്നാണ് റിപ്പോർട്ട്. ആഗോള വിപണിയിൽ ഇന്ത്യൻ അരി ഇപ്പോഴും മത്സരക്ഷമമായ വിലയിലാണ് ലഭ്യമാകുന്നത്. കാലാവസ്ഥാ ഘടകമായ എൽനിനോയുടെ സ്വാധീനം വിലയിൽ അനിശ്ചിതത്വം തുടരാൻ ഇടയാക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഉൽപാദന ചെലവുകൾ കുത്തനെ ഉയർന്നതോടെ വിത്ത് വ്യവസായം പ്രതിസന്ധിയിൽ. നയപരമായ പിന്തുണ ആവശ്യപ്പെട്ട് വ്യവസായ സംഘടനകൾ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചു. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധി ഇന്ത്യയിലെ വിത്ത് വ്യവസായത്തെയും സാരമായി ബാധിക്കുന്നു. ഊർജം, പാക്കേജിംഗ്, വിതരണം എന്നിവയുടെ ചെലവ് കുത്തനെ ഉയർന്നതോടെ കമ്പനികൾ സാമ്പത്തിക സമ്മർദ്ദം നേരിടുന്നു. ഈ സാഹചര്യത്തിൽ സ്വകാര്യ ഗവേഷണ വികസന നിക്ഷേപങ്ങൾക്ക് ലഭിക്കുന്ന വരുമാന നികുതി ഇളവ് വീണ്ടും 200% ഉയർത്തണമെന്നാണ് പ്രധാന ആവശ്യം. കൂടാതെ LPGയിൽ നിന്ന് പകരം ഊർജത്തിലേക്ക് മാറാൻ അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ഉപയോഗിക്കാൻ അനുമതി വേണമെന്നും ആവശ്യപ്പെടുന്നു. സംസ്ഥാനങ്ങളിലുടനീളം നിയമങ്ങളുടെ ഏകീകരണവും വ്യവസായം ആവശ്യപ്പെടുന്നുണ്ട്. ഇത്തരത്തിലുള്ള നയപരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയാൽ വർഷം തോറും ഏകദേശം 800 കോടി രൂപ വരെ ലാഭിച്ച് അതിൽ വലിയൊരു പങ്ക് ഗവേഷണ മേഖലയിലേക്ക് തിരിച്ചു നിക്ഷേപിക്കാനാകുമെന്ന് വ്യവസായ പ്രതിനിധികൾ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. US ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ബസുമതി അരി കയറ്റുമതി മേഖലയ്ക്ക് വലിയ തിരിച്ചടി. കയറ്റുമതി പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടെ ഓരോ ടണ്ണിനും ഈടാക്കുന്ന നികുതി പിൻവലിക്കണമെന്ന ആവശ്യവുമായി കയറ്റുമതിക്കാർ രംഗത്തെത്തി. യുദ്ധം മൂലമുള്ള വ്യാപാര തടസ്സങ്ങളും കയറ്റുമതി ചെലവുകളുടെ കുത്തനെ വർധനയും ബസ്മതി അരി കയറ്റുമതി മേഖലയെ കടുത്ത സമ്മർദ്ദത്തിലാക്കുന്നു. കപ്പൽ ചെലവ്, ഇൻഷുറൻസ് പ്രീമിയം, വാർ റിസ്ക് സർചാർജ് എന്നിവ ഉയർന്നതോടെ കയറ്റുമതിക്കാർക്ക് ലാഭം കുറഞ്ഞു. ഇതിനിടെയാണ് ഓരോ ടണ്ണിനും 70 രൂപയും GSTയും ഈടാക്കുന്നത് ഉടൻ നിർത്തിവെക്കുകയോ പിൻവലിക്കുകയോ ചെയ്യണമെന്ന് ബസുമതി കയറ്റുമതിക്കാർ അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റിയോട് ആവശ്യപ്പെട്ടത്. വാർഷികമായി 42 കോടിയിലധികം രൂപ ഈടാക്കുന്ന ഈ ചാർജ് ഉടൻ നിർത്തണമെന്ന് ഹരിയാന റൈസ് എക്സ്പോർട്ടേഴ്സ് അസോസിയേഷനും ഇന്ത്യൻ റൈസ് എക്സ്പോർട്ടേഴ്സ് ഫെഡറേഷനും ആവശ്യപ്പെട്ടു. വിലയോട് അതീവ സങ്കേതമുള്ള മിഡിൽ ഈസ്റ്റ്, യൂറോപ്യൻ വിപണികളിൽ ഇന്ത്യയുടെ മത്സരശേഷി ഈ അധിക ചെലവ് കുറയ്ക്കുന്നുവെന്നും കയറ്റുമതിക്കാർ മുന്നറിയിപ്പ് നൽകുന്നു. ഇടത്തരം കയറ്റുമതിക്കാരെ കൂടുതൽ ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ നികുതി പിൻവലിക്കൽ അടിയന്തരമായി പരിഗണിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.